അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള ബഹുമാന്യരായ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അതുപോലെ അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരിമാരെ, ആദ്യമേ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ അധ്യക്ഷ സംസാരത്തിൽ ഹനീഫ്ക പറഞ്ഞൊരു കാര്യം ചെറുതായിട്ട് ഞാനൊന്ന് തിരുത്തുകയാണ്. നിങ്ങളടുത്തുനിന്ന് ഒരു രജിസ്ട്രേഷന് പൈസ പോലും വാങ്ങാതെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു, സൗകര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ ഈ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഉദാര മനസ്സായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. പക്ഷെ അത് നമ്മളെ നയമൊന്നുമല്ല. കാരണം ഇനി അടുത്ത പരിപാടിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് പൈസ വാങ്ങും. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ കഴിഞ്ഞ പ്രാവശ്യം പൈസ ഒന്നും വാങ്ങിയില്ല, അപ്പം ഇപ്പം ഈ പരിപാടിക്ക് എന്താ പൈസ വാങ്ങണേ? അങ്ങനെ വിചാരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയണം. ഇതിപ്പോൾ ഇവർ സമ്പന്നരായതുകൊണ്ട് പിന്നെ നിങ്ങൾക്കൊരു ആനുകൂല്യം ചെയ്തതെന്നാണ്. ഈ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണല്ലോ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോൾ ട്യൂഷന് പോകുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടാവും, പല കോഴ്സിന് പോകുന്ന ആൾക്കാരുണ്ടാവും, ഓൺലൈനിൽ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഫ്രീ ആയിട്ട് പഠിക്കണവർ ഇപ്പോൾ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആളുണ്ടാവും? അത് കോഴ്സാണെങ്കിൽ മര്യാദക്ക് ഉണ്ടാവും, അതിന് നല്ല പൈസ കൊടുക്കുന്നുണ്ടാവും, നല്ല ഫീസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫീസും പൈസയും കൊടുക്കാമെന്നും ഇതുപോലുള്ള മതപരമായ ഒരുമിച്ച് കൂടലുകൾ. ഇപ്പം ഞാൻ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ സംവിധാനമൊക്കെ കണ്ടതിൻ്റെ മനോഹാരിത കണ്ടപ്പോൾ നമ്മളെ കരീം സാഹിബിനോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇത് സ്ഥിരമാണോ ഇവിടെ ചോദിച്ചു. അത് സ്ഥിരമാണ്, പക്ഷെ 40,000 റുപ്യ ഇതിന് വാടക ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭക്ഷണം, ഇതുപോലുള്ള സൗകര്യം, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് നമ്മുടെ വേറെ ആരെങ്കിലും ഉണ്ടാക്കണം എന്ന മനോഭാവം നമുക്ക് ശരിയല്ല. ഇത്തരം കാര്യങ്ങൾക്കുള്ള നമുക്ക് വേണ്ട ഒരുക്കങ്ങൾ, സൗകര്യങ്ങൾ അതും തന്നെ വരുന്ന ആളുകളിൽ നിന്ന് തന്നെ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, സമാഹരണങ്ങൾ നടത്തുന്ന രീതിയാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കാറുള്ളത്. അതാണ് നമ്മളെ സംഘടനാപരമായ നയം. കാരണം അപ്പോഴാണത് നമുക്ക് വേണ്ടിയെന്ന് തോന്നുള്ളൂ. ഏത് സാധനം അങ്ങനെയാണ്, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ വില അറിയില്ല. അതിന് കാശ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിന് ഒരു വില ഉണ്ടാവുകയുള്ളൂ. ഒരു ഉമ്മ മകനോട് എന്നും മകൻ്റെ കയ്യിൽ എന്ത് ചെയ്യും, ഒരു നാണയത്തൊട്ട് കൊടുക്കും. എന്നിട്ട് തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്, ആ കിണറിൽ കൊണ്ടുപോയി ഇടാൻ പറയും. ആ ഉമ്മാൻ്റെയൊക്കെ നിന്ന് വാങ്ങും, നേരെ കൊണ്ടുപോയിടും. അടുത്ത ദിവസം തന്നെ വാങ്ങും, കൊണ്ടുപോയിടും. അതിലൊരു ദിവസം ഇവനോട് എന്തോ ഒരു ജോലി പറഞ്ഞ് അത് ചെയ്താൽ നിനക്ക് ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അതിനൊരു റിവാർഡായിട്ടൊരു കാശ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആ കാശ് അവർ കൊണ്ടുപോയിടായിരുന്നു. ഇതിയാടൂലായിരുന്നു. അപ്പൊ ഇതുവരെ ഇടാനൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. പക്ഷെ ആ പൈസ ഇടാൻ എന്താ പ്രശ്നം? അഥവാ അധ്വാൻസാണ്. അവനാൻ്റെ പൈസ എൻ്റെ പൈസയാണ്, മറ്റേ ഉമ്മാൻ്റെ പൈസയാണ്. അപ്പൊ സ്വന്തം ഒരു വില ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സ്വന്തമായി അതിലൊരു പങ്കുണ്ടാകുമ്പോഴാണ്. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച നമ്മുടെ വിസ്ഡം ഗേൾസ്, അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പോഷക ഘടകങ്ങളിൽ വളരെ സജീവമായി, സംഘടിതമായി, സക്രിയമായി പ്രവർത്തിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങളുടെ വിസ്ഡം ഗേൾസ്. അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ പുതിയ കമ്മിറ്റി വന്നു.
ഓരോ ജില്ലകളിലും പ്രത്യേകമായ പ്രോഗ്രാമുകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മലപ്പുറം വെസ്റ്റ് ജില്ല ആ കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നിൽ അതിന് സ്റ്റെപ്പ് വെച്ചു എന്നത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ പ്രായത്തിലുള്ള വിസ്ഡം ഗേൾസിൻ്റെ കുട്ടികൾ ഇതുപോലെ ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് ചേരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ആഗ്രഹത്തിന്, ആ സ്വപ്നത്തിന് ചിറകുമുളച്ചത് മലപ്പുറം വെസ്റ്റിൽ ജില്ലയിൽ നിന്നാണ് എന്നത് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള ജില്ലാ കമ്മിറ്റിക്ക് നമ്മുടെ വിസ്ഡം മാതൃഘടകം മുതൽ എല്ലാ ഘടകത്തിനും വിസ്ഡം ഗേൾസിനും വിമൻസിനും ഒക്കെ ഇതിൽ അഭിമാനിക്കാം. ഇൻഷാ അല്ലാഹ് ഇത് മറ്റു ജില്ലകളിൽ ഇതുപോലെ ആരംഭിക്കുവാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വിസ്ഡം ഗേൾസ് ഇന്ന് തന്നെ വിഷൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പ് അത്തോളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റെസിഡൻഷ്യൽ ക്യാമ്പാണ്, സംസ്ഥാന കമ്മിറ്റി നേരിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പാണ്. അപ്പോൾ ഒരേ ദിവസം തന്നെ ഒന്നിലധികം പ്രോഗ്രാമുകൾ നടത്താൻ പാകത്തിൽ നമ്മുടെ ഈ ഒരു വിസ്ഡം ഗേൾസ് സംവിധാനം വളർന്നു എന്നത് ഏറെ അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ. കാരണം നിങ്ങൾ ഇവിടെ വന്നു എന്നതാണ് ഈ പരിപാടിയെ സമ്പന്നമാക്കുന്നത്. ഈ മൈക്ക് ഉണ്ടായതുകൊണ്ടോ സ്പീച്ച് സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ടോ ഇവിടെ കുറേ ആൾ വന്നതുകൊണ്ടോ പ്രസംഗിക്കാൻ പ്രഭാഷകർ വന്നതുകൊണ്ടോ ഭക്ഷണം നന്നായത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഇത് നന്നാകണമെങ്കിൽ എന്ത് വേണം? ഈ പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. നിങ്ങളിവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയും, നിങ്ങളത് അത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ വന്ന ആളുകളുടെ മനസ്സിലൊരു നന്മയുണ്ട്. ഒരു നന്മയുള്ളവർക്ക് മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക്, ഈ പരിപാടിക്ക് വണ്ടി കയറി വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അത് നിങ്ങളറിയാത്ത ഒരു നന്മ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാനൊരു തെളിവ് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ കൂടെ ഈ പരിപാടിക്ക് വരാം എന്ന് വാക്ക് തന്നിട്ട് അവസാനം വെച്ച് കണ്ടില്ലാതായ ആൾക്കാരില്ലേ? ഉണ്ടാവും അല്ലേ? നമുക്ക് ഒന്നിച്ചു പോയാൽ നമ്മളെ കാറിൽ എൻ്റെ വാപ്പ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടി പോരാൻ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഞാനേ പോരണമെന്നൊക്കെ കരുതിയാ കേട്ടോ, എനിക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റിയിട്ടില്ല, പെരയിൽ ആരുമില്ല, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, ഞങ്ങളവിടെ പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അവിടെ ഉമ്മ പോകുന്നുണ്ട്, വാപ്പ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തേ നമുക്കൊന്നും മനസ്സിലാവില്ല, കുറേ പറഞ്ഞിട്ടുണ്ടാവും. അതായത് തടസ്സങ്ങൾ കുറേ പറഞ്ഞ് ഞാൻ എന്തോ ഒരു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ, എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് അവസാനം ഞാൻ ഇല്ലാന്നാണ് അതിൻ്റെ മറുപടി അല്ലേ? അങ്ങനെ മാറി നിന്ന, ഇതിൽ നിന്ന് വഴുതിപ്പോയ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ടാവും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതൊരു തൗഫീക്കില്ലായ്മയാണ്. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അതിന് ന്യായമായ കാരണങ്ങളുള്ളവരുണ്ടാകാം, ശറഈയായ കാരണങ്ങളുള്ളവരുണ്ടാകാം. പക്ഷെ നല്ലൊരു വിഭാഗം ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ എല്ലാവർക്കും വരാൻ മനസ്സ് തോന്നൂല. ആ മനസ്സ് പൂർണ്ണമായി തോന്നുന്ന ആർക്കാന്ന് ചോദിച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു നന്മയുള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വന്നു ചേരാൻ കഴിയുകയുള്ളൂ. അതായത് ഇസ്ലാമികമായ കാര്യങ്ങൾ, അതിൻ്റെ ഷിആറുകൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ സദസ്സുകൾ, അതിലേക്ക് വരാൻ തോന്നുക എന്ന് പറയുന്നത് മനസ്സിൽ തഖ്വയുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വിശുദ്ധ ഖുർആൻ പറയാണ്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നവനാരാണെന്നോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ തഖ്വയുള്ളവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. പള്ളി, മദ്രസ, അതുപോലെ ഇസ്ലാമികമായ ജീവിത രീതി, അതിൻ്റെ വേഷം, അതിൻ്റെ സദസ്സ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടൊരു താല്പര്യം തോന്നുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ തഖ്വയുള്ളവർക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം അത് തിരിച്ചറിയുക, നിങ്ങളെ മനസ്സിലൊരു നന്മയുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് കൂടുതൽ
നിലനിർത്തുമാറാകട്ടെ, ജ്വലിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പക്ഷെ നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾ വന്ന ഓരോരുത്തരും ഞാനിവിടെ വന്നതുപോലെ അല്ല തിരിച്ചു പോവുക. ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതിലധികം ഞാൻ ഉണ്ടാക്കുമെന്ന് നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ആരെയോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ വല്ലാതെ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല എങ്കിൽ മോശമല്ലേ? എൻ്റെ ഉപ്പ എത്രയോ ദിവസങ്ങളായി ഇതിൻ്റെ പബ്ലിസിറ്റി വന്നത് മുതൽ എന്നോട് പറയുന്നതാണ്, മോളെ നീ അതിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പക്കും ഉമ്മക്കും ഒരു വിഷമം വേണ്ട, ഞാനൊന്ന് പോയി കൊടുക്കാം, ഉപ്പക്ക് വേണ്ടി പോയി കൊടുക്കാം, അമ്മാക്ക് വേണ്ടി പോയി കൊടുക്കാം എന്ന നിലക്ക് ആരെയോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പാതി മനസ്സുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എങ്കിൽ ഇന്നത്തെ പകൽ സമയം നിങ്ങൾക്ക് നഷ്ടമാണ്. അങ്ങനെയൊക്കെ വന്നേക്കാം, വന്നത് ഞാൻ തെറ്റായി പറയല്ല. പക്ഷെ ഈ നിമിഷം മുതൽ ഈ ഇരുത്തം നിങ്ങൾക്ക് വേണ്ടിയാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആ നിലക്ക് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ എനിക്കിത് പ്രയോജനപ്പെടണം. വെറുതെ ഞാനിവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ സമയം വെറുതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എനിക്ക് തന്ന വിഷയത്തിൻ്റെ നോട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രരാവുക എന്ന്. നിങ്ങൾ ആരാകണം? സ്വതന്ത്രരാകണം. ആ ടൈറ്റിലിന് ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താ? ഇത് പൊതുവെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ വിളിച്ചു കണ്ട് നമ്മളൊക്കെ പറയണത് എന്താ? നിങ്ങൾ സ്വതന്ത്രവാദത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ്, അല്ലേ? ലിബറലിസത്തിലേക്ക് പോകാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ലിബറലുകളാവുക എന്നാണ് എനിക്ക് വിഷയം. അപ്പൊ അതെന്തൊരു വൈരുദ്ധ്യമില്ലേ? അതൊരു വൈരുദ്ധ്യമുണ്ട്. അതെന്താ സംഭവം? സ്വതന്ത്രരാവുക. അതായത് ഇവിടെ മൊത്തത്തിൽ നാട്ടിലുള്ള ഒരു വാദം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ മതപരമായ ചിട്ടകളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാവൂ എന്നാണ്. നമ്മളിവിടെ ഈ വിഷയത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വേറെ പലരുടെയും അടിമകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രരാവണം. എന്തിൽ നിന്നെല്ലാം സ്വതന്ത്രരാകണം? ഞാൻ പറഞ്ഞ ഈ ലിബറൽ ചിന്താഗതികളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണം. ഇന്ന് ഇസ്ലാമിക മൂല്യങ്ങളെയും മതത്തെയും സ്വർഗത്തെയും നരകത്തെയും അള്ളാഹുവിനെയും പ്രവാചകനെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ പുതിയ ഈ തലമുറയിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവണതകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണം. എനിക്ക് 18 വയസ്സായി. ഇനി എൻ്റെ കാര്യത്തിൽ വാപ്പ ഇടപെടേണ്ടതില്ല, ഉമ്മ ഇടപെടേണ്ടതില്ല, അധ്യാപകർ ഇടപെടേണ്ടതില്ല, സമൂഹം ഇടപെടേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കൊള്ളാം എന്ന ചിന്താഗതി ഇന്ന് വളർന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകണം. മൈ ബോഡി മൈ റൈറ്റ് എന്ന പുതിയൊരാശയം ഇന്ന് നിങ്ങളുടെ പ്രായക്കാരിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണം. യോളോ എന്ന ഒരു പുതിയ ആശയം പലപ്പോഴും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ഈ ലോകമാണ് യഥാർത്ഥ ലോകം, ഇനി രണ്ടാമതൊരു ജീവിതമില്ല എന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണം. നിഹിലിസം എന്ന് പറയുന്ന ഒരു ആശയം കടന്നു വരുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജീവിതമാണ് എല്ലാം, ഇതിനു ശേഷം മറ്റൊന്നില്ല എന്ന ഒരു ഹാഷ്ടാഗ് നമ്മൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിന്താഗതികളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണം. വാപ്പയോ ഉമ്മയോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉപദേശിക്കാൻ വിളിച്ചാൽ അതിനോട് നെറ്റി ചുളിച്ചുകൊണ്ട് അത് തന്തവൈബാണ്, തള്ളവൈബാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു കൾച്ചർ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കൾച്ചറിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാകേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രൽ സംസ്കാരം കാട്ടുതീ പോലെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഉമ്മമാരോട് ഒരു ദിവസമെങ്കിലും വഴക്ക് കൂടാത്ത ദിവസം വളരെ കുറവായിരിക്കും. രക്ഷിതാക്കളോട് കയർക്കാത്തവർ കുറവായിരിക്കും. അവർക്ക് എപ്പോഴും പരാതിയാണ്, എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഈ പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും രക്ഷിതാക്കളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത്തരം ചിന്താഗതികളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുഖമക്കനെ ഇട്ടില്ല എങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ നരകത്ത് പോയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വന്ന് കമന്റ് അടിക്കുന്നത് കാണാറുണ്ട്. അത്തരം ചിന്താഗതികളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകേണ്ടതുണ്ട്.
അതുപോലെ തന്നെ കോസ്മെറ്റിക്സിന്റെ തടവറയിൽ ജീവിക്കുന്നവരായിട്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ മാറിക്കഴിഞ്ഞിട്ടുള്ളത്. ആ കോസ്മെറ്റിക്സ് ബിസിനസിന്റെ കരാളഹസ്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകേണ്ടതുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പേടിയോടുകൂടി കാണുന്ന സാഹചര്യമാണ് നിങ്ങളുടെയൊക്കെ തലമുറകളിൽ ഇപ്പോൾ ഉള്ളത്. ആ വിവാഹ പേടി നിങ്ങൾക്കുണ്ടായതല്ല, ആരൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയതാണ്. അതൊരു തടവറയാണ്. ആ തടവറയിൽ നിന്ന് നമുക്ക് മോചിതമാകേണ്ടതുണ്ട്, നമുക്ക് സ്വതന്ത്രമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചിലരെങ്കിലും പ്രണയക്കുരുക്കുകളിൽ അകപ്പെട്ട ആളുകളുണ്ട്. ആ പ്രണയക്കുരുക്കൊരു കുരുക്ക് തന്നെയാണ്. കാരണം പ്രണയക്കുരുക്കുകളിൽ അകപ്പെട്ട ആളുകൾ, എത്രയോ ആളുകളാണ് കേരളത്തിൽ അവസാനം ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഇരയായത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ആ കോളേജിന്റെ മുമ്പിൽ റൂം എടുത്ത് കാത്തിരിക്കുകയാണ് കോളേജ് വിടാൻ വേണ്ടി. കോളേജ് വിട്ട് അവൻ പ്രണയിക്കുന്ന കാമുകി അവിടുന്ന് കോളേജ് വിട്ട് ഗ്രൗണ്ടിലൂടെ നടന്നു വരുമ്പോ പെട്ടെന്ന് ഇവൻ ഓടിയടുത്ത് അവളെ ആ ഗ്രൗണ്ടിൽ തള്ളിയിട്ട് അവന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊന്ന സംഭവം അമേരിക്കയിലല്ല, നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അതിന്റെ തൊട്ടപ്പുറത്തുള്ള കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മൾ കേട്ടത് പരീക്ഷ കഴിയുന്നതിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ കാത്തിരുന്നു. പരീക്ഷ കഴിയുന്നില്ല. അവസാനം പരീക്ഷാ ഹാളിലേക്ക് ഓടിച്ചെന്ന് കയറി അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ കാമുകിയായ പെൺകുട്ടിയെ അവൻ കഴുത്തിന് പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും അവന്റെ കയ്യിൽ കരുതിയിരുന്ന ആ പെട്രോള് തലയിലൂടെ ഒഴിച്ച് ആ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തീപ്പന്തമായി കത്തിത്തീർന്നത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലല്ല, നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ സ്വന്തം കാമുകിയുടെ വീട്ടിൽ പോയി കത്തി കൊണ്ട് അവളെ കുത്തിയറുത്തത് ഇവിടെ പെരിന്തൽമണ്ണ വെച്ചുകൊണ്ടാണ്. ഇതൊക്കെ പ്രണയ കുരുക്കുകളിൽപ്പെട്ട് താൻ നോ എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ആളുകൾ, എന്നാൽ അവൾ ഈ ഭൂമി ലോകത്തന്നെ വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ചെറുപ്പക്കാരാണ്. ഇതെല്ലാം കണ്ടിട്ടും ഏതോ നമ്പറുകളിൽ നിന്ന്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഹായ് എന്നൊരാൾ പറഞ്ഞു വരുമ്പോ അതിൽ യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ നിഷ്കളങ്കരമായി അതിന് മറുപടി കൊടുത്ത് ഇപ്പോഴും ആ ചാറ്റിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്, പ്രണയ കുരുക്കുകളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടതുണ്ട്. ഇതാണ് സ്വതന്ത്രമാവുക എന്ന ഈ വിഷയം കൊണ്ട് നാം ഇവിടെ അർത്ഥമാക്കുന്നത്. മതത്തിൽ നിന്ന് സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിരിക്കും അതൊരു സമാധാനത്തിന്റെ മാർഗമല്ലേ എന്ന്. ബൈക്കിൽ പോകുന്ന ആള് ഹെൽമെറ്റ് ധരിക്കാതെ പോകുമ്പോ അതൊരു സ്വാതന്ത്ര്യമാണോ? ഹെൽമെറ്റൊക്കെ ഒരു ഭാരമാണ് എന്ന് പറഞ്ഞ് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് എന്താ സംഭവിക്കുക? സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് എന്താണ് സംഭവിക്കുക? ഒരു വാഹനത്തിന് ബ്രേക്ക് ഇല്ലാതെയാണ്, ബ്രേക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ബ്രേക്കില്ലാത്ത വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതേപോലെയാണ് ജീവിതത്തിന് കൃത്യമായ നിയതമായ ചില രേഖകൾ ഉണ്ടാകണം, നിയമാവലികൾ ഉണ്ടാകണം, അതിന് രൂപമുണ്ടാകണം. ആ രൂപങ്ങളും ചട്ടങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപകടത്തിന്റെ ആഴിയിലേക്ക് എടുത്തു ചാടുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മതം എന്ന് പറയുമ്പോഴേ ഒരു ചട്ടക്കൂടായി നമുക്ക് തോന്നുന്നുള്ളൂ. ഏതിനാ ചട്ടക്കൂടില്ലാത്തത്? ഏതിനല്ലാത്തത്? നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ചട്ടക്കൂടില്ലേ? ഇല്ലേ? നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ ഒരു നിയമം അവിടെ ഇല്ല, ബെല്ലില്ല, പീരിയഡ് ഇല്ല, അതുപോലെ പിന്നെ ചാർട്ടില്ല, ഒന്നുമില്ല. ഇന്ന് എവിടെ ഇരിക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർത്തിരുന്നോളി. ഇന്ന് ഏത് മാഷ പഠിപ്പിക്കണത്? ഏതെങ്കിലും ഒരു മാഷ് വരും. ഇന്ന് ഏത് പുസ്തകമാണ്? ഏത് ബുക്കാതൊന്നുമില്ല. ഇന്ന് എപ്പോഴാ വിടുക? അതൊന്നും അറിയില്ല. ഇന്ന് ഹെഡ്മാഷ എവിടെ? ഹെഡ്മാഷൊന്നുമില്ല ഇവിടെ. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പഠിച്ചും കണ്ടി നമുക്ക് പുറത്തു വരാൻ കഴിയും. അവിടുത്തെ നിയമം നമ്മൾ എത്ര കർശനമായിട്ട് പാലിക്കുന്നുണ്ട് അല്ലേ? പരീക്ഷ എത്ര കർശനമായി പാലിക്കുന്നുണ്ട്. ആ പരീക്ഷയ്ക്ക് എത്തേണ്ട സമയത്തിന് മുമ്പ് നമ്മൾ എത്തണില്ലേ? അതിനുവേണ്ടി നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരിശോധനയ്ക്ക് നിന്നു കൊടുക്കണില്ലേ? ആ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണില്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന നിയമല്ലേ? എവിടെയാ നിയമമില്ലാത്തത്? ഈ രാജ്യത്തിന് നിയമം വേണ്ടേ? ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എല്ലാവരും പാല് തിളച്ചുക്കണോ നോക്കണ മാതിരി പിന്നെ നേരെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണില്ലേ? മുഖ്യമന്ത്രിയായോ അല്ലേ? 10 ദിവസം നമ്മുടെ കേരളം ഇങ്ങനെ കാത്തിരിക്കുന്നു. മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ കാത്തിരിക്കുന്നു. ഇപ്പൊ ആൾക്കാർ അന്വേഷിക്കണത് എന്താ?
ആരാ മന്ത്രിമാരാ, സത്യപ്രതിജ്ഞ? ഇതൊന്നും വേണ്ടവിടെ. എന്തിനാ അതൊക്കെ? നമ്മളാരെങ്കിലും പറയുന്നുണ്ടോ? ഇതൊക്കെ വേണമെന്നാ നമ്മൾ പറയണത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി വേണം, ഓരോ വകുപ്പിന് മന്ത്രിമാര് വേണം, അതിന് ഓരോ മന്ത്രിമാരെ സഹായിക്കുവാൻ സ്റ്റാഫ് വേണം, അതിന് സംവിധാനങ്ങൾ വേണം, ഭരണനിർവഹങ്ങൾ വേണം. എങ്കിലേ നമ്മുടെ സംസ്ഥാനം മര്യാദക്ക് പോകുള്ളൂ. ഇത്രയും ദിവസമായപ്പോഴേക്ക് തന്നെ ഇതാ അധ്യാപക സമൂഹം, വിദ്യാർത്ഥി സമൂഹം, ഇതാ ജൂൺ മാസമായി, സ്ഥാപനങ്ങൾ തുറക്കാനായി. എന്താ ഗവൺമെന്റ് വരാത്തത്? എന്താ നിർദ്ദേശം വരാത്തത്? ചോദിക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ എന്താ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം? ഒരു ചിട്ടയും വ്യവസ്ഥയും ഒരു നേതൃത്വവും സംവിധാനവും ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഇല്ലാതെ പോയാൽ അത് നശിക്കും. സമൂഹം നശിക്കും. ഒരു രാജ്യത്തിനില്ലാതെ പോയാൽ അവിടെ അരാജകത്വമാണ് ഉണ്ടാവുക. അപ്പോൾ ജീവിതത്തിന് മൊത്തത്തിൽ ഒരു നിയമം ഉണ്ടാവുക, അടുക്കും ചിട്ടയും ഉണ്ടാവുക എന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു വ്യവസ്ഥയല്ല. അതെന്തിനു വേണ്ടിയാ? നമ്മളെ സഹായിക്കാനുള്ള വ്യവസ്ഥ. അതാണ് നമ്മൾ ഇതിൽ ആകത്തുക മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ചില ആശയങ്ങൾ പറയാം. അതായത് നിങ്ങളെ ഈ പ്രായത്തിലുള്ള മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഇതുപോലുള്ള യോഗത്തിനും പരിപാടിക്കും വരാത്ത തന്നെ എന്താണെന്നറിയോ? അവിടെ പോയാൽ നേരാകേണ്ടി വരും. അവിടെ പോയപ്പോൾ ഈ മഫ്തിയൊന്നും ഇടാതെ ഞാൻ പോകലും, ഞാൻ അതൊക്കെ ഇടേണ്ടി വരും. അതേപോലെ ഇപ്പം എനിക്കൊരു ഒരാളുണ്ട്, അതുമായിട്ട് ഞാൻ ബന്ധം വിച്ഛേദിക്കേണ്ടി വരും. പിന്നെ ഇപ്പം ഞാൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുള്ളൂ, ഇനി നിസ്കാരം കൃത്യമാക്കേണ്ടി വരും, ഞാൻ ജമാഅത്തിന് പങ്കെടുക്കേണ്ടി വരും. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരാക്കേണ്ടി വരും. അതറിയണോണ്ട് തന്നെയാണ് ഇതിന് പല ആൾക്കാരും വരാത്തത്. അതെന്തോന്നറിയോ? ഞാൻ ഇവിടെ വന്ന ആൾക്കാരോട് നിങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരാശയക്കുഴപ്പം നമ്മൾ ഒഴിവാക്കണം. ഇന്നൊരാശയക്കുഴപ്പത്തിലാണ് മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ. എന്താണ് ആശയക്കുഴപ്പം? ഇവിടെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ. രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ. ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ലിബറൽ വേൾഡ് ഓർഡറാണ്. അതായത് ജീവിതം ഇവിടത്തോടു കൂടി അവസാനിക്കും, ഇനി രണ്ടാമതൊരു ജീവിതമല്ല. ഇതാണ് ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ ഇരിക്കുന്നത് വെറുതെയാണ്. നിങ്ങൾ ഈ നിയമങ്ങളൊന്നും പാലിക്കണ്ട. ഇപ്പൊ എന്താ സംഭവിക്കണത് അറിയോ? കുറെ ഇതും ചെയ്യും, കുറെ അതും ചെയ്യും. അങ്ങനെ ആകാൻ പാടില്ല. കാരണം ആ മൈൻഡ് സെറ്റപ്പ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത എന്താ അറിയോ? അതാണ് മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ചിന്ത. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എന്നോട് ചോദിക്കണ്ട, ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും. എല്ലാം നിങ്ങളെ പ്രായത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയൊരു വാക്കേതാ? എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന വാക്കേതാ? കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലായിടത്തുനിന്നും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എപ്പോൾ തുറന്നാലും കേൾക്കുന്ന ഒരു വാക്കെന്താ? ഹേ ഗേയ്സ്, വാ വരൂ അടിച്ചു പൊളിക്കാം അല്ലേ? ഈ അടിച്ചു പൊളിക്കലല്ലേ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക്. അത് എവിടെ നിങ്ങൾ നോക്കുള്ളൂ, ഈ പ്രായത്തിലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് നമുക്ക് അടിച്ചു പൊളിക്കാം. അതിന്റെ അർത്ഥം എന്താ അറിയോ? ജീവിതം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് തീരണീന് മുമ്പ് അടിച്ചു പൊളിച്ചോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റപ്പിൽ, ഒരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു തലയാണ് നമ്മുടേതെങ്കിൽ പള്ളിയിൽ പോണത് വേസ്റ്റാണ്, ക്ലാസ് കേൾക്കുന്നത് വേസ്റ്റാണ്, ഖുതുബ കേൾക്കുന്നത് വേസ്റ്റാണ്, നിസ്കരിക്കുന്നത് വേസ്റ്റാണ്, അതുപോലെ നല്ല മര്യാദക്ക് വേഷം ധരിക്കുന്നത് വേസ്റ്റാണ്, വാപ്പ ഉമ്മ കുടുംബം എന്നൊക്കെ പറയുന്നത് വേസ്റ്റാണ്. കാരണം ഇതൊക്കെ എന്താണ്? അടിച്ചു പൊളിക്കാൻ തടസ്സല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ അടിസ്ഥാന കാരണം മനസ്സിലാക്കണം. നമ്മുടെ ഏത് മൈൻഡ് സെറ്റപ്പിലാണ് നമ്മളുള്ളത് എന്ന് നമുക്ക് കൺഫ്യൂഷനാണ്. കാരണം ഞാൻ അവരെ ഭാഗത്തുള്ളത് എങ്ങനെ അറിയോ? അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പുള്ള ആൾക്കാര് അവർ ഇതൊക്കെ വിട്ടാൻ പോവുക നല്ലത്. എന്താ പറയുക? അവർക്ക് തോന്നിയ മാതിരിയാണ് ജീവിക്കാം, തോന്നിയ മാതിരിയാണ് പോകും. അങ്ങനെ എത്ര ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞോണ്ടും ഈ രണ്ടിലും കെട്ട അവസ്ഥ ഏറ്റവും വലിയ പ്രശ്നമാണ്. മറ്റേ ഇവിടെ പൂത്തിരി കത്തുന്ന മാതിരി കത്തിയാണ് തീർന്നോളും, അവസാനം കമ്പിത്തിരി ഉണ്ടാവും. കത്തുമല്ല രസാ കാണാൻ, അതേമാതിരി തന്നെയാണ് ഉണ്ടാകുക. മനസ്സിലായോ? നമ്മൾ ലഹരിയുടെ പ്രശ്നവും പ്രണയത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് തലയിൽ കയറൂല. കാരണം എന്താ? മദ്യം കുടിച്ചാൽ എൻ്റെ പാങ്ക്രിയാസ് അടിച്ചു പോണി, ഞാൻ അടിച്ചു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ഞാനാണ് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ? കാരണം മരിക്കണതിന് മുമ്പ് പരമാവധി ആസ്വദിക്കല്ലേ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ ആസ്വദിക്കാണ്. ആ ചിന്താഗതിയുള്ള ആളുകളെ തലയിക്കൊന്നും പറഞ്ഞാൽ കയറൂല. അതാണ് ഇവിടെ വിഷയം.
എന്നാൽ രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താ? ഒരു റിലീജിയസ് വേൾഡ് ഓർഡറാണ്. അതായത് മതപരമായ ചിട്ടയോടുകൂടി ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരാണ്. അവരെ മനസ്സെന്താ? ജീവിതം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് പരീക്ഷാ ഹാളാണ്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ളതാണ്. അവിടെയാണ് എന്നും ജീവിക്കാനുള്ളത്, അവിടെ മരണമല്ല. ഇത് വേറൊരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ ഒരുപാട് പരീക്ഷ ചെയ്ത ആൾക്കാരല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറിയിട്ട് ആ പരീക്ഷാ ഹാളാണ് യഥാർത്ഥ ജീവിതം എന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങൾക്ക് അറിയാം. ഈ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്, 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ആണ് സമയം. അതിനുള്ളിൽ എന്ത് ചെയ്യണം? ഞാൻ എഴുതിയാലേ എനിക്ക് ഇതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ് എന്താ? ആ 2 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാം? ഒരാളിങ്ങനെ പരീക്ഷാ ഹാളിൽ കയറി കണ്ട് കിട്ടിയ കടലാസും കാര്യങ്ങളും അവിടെ ഇങ്ങനെ വെച്ചിട്ട് ചുമരുമൊക്കെ ഇങ്ങനെ നോക്കുക. എന്താ ഈ ഗവൺമെന്റ് സ്കൂളിന്റെ കഥ? അവിടേക്ക് ആകെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അവിടെ തേച്ചിട്ടില്ല, ഇവിടെ വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല. ഏത് സർക്കാരാണ് ഭരിക്കണത്? എന്താ ഇതിന്റെ കഥ? താഴേക്ക് നോക്കുമ്പോൾ കുറേ സ്ഥലം അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതൊന്നും എന്താ ശരിയാക്കാത്തത്? പിന്നെ വേറെ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രാവ് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു പ്രാവ് തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ. അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കുക. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ഒരു ചെങ്ങായി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ അവനെ പറ്റി പറയാം? യഥാർത്ഥത്തിൽ അവൻ എന്താണ് ഇത് പരീക്ഷാ ഹാളെന്ന് മനസ്സിലായിട്ടില്ല. ഈ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് പരീക്ഷാ ഹാളാണ് എന്ന കാഴ്ചപ്പാടുകാരാണ് നമ്മൾ. മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ ജീവിതം എവിടെയാണ്? യഥാർത്ഥ ജീവിതം പരലോകത്താണ്. അപ്പൊ പരീക്ഷാ ഹാളിൽ നിന്നാൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ വേണ്ടേ? നമുക്ക് ദാഹിച്ച വെള്ളം കുടിക്കാം, അതുപോലെ നമുക്ക് ഭക്ഷണത്തിനുള്ള അവിടെ ഭക്ഷണം കഴിച്ചിട്ടാണ് അതിനുള്ളിൽ കയറേണ്ടത്. അവിടെ അത്യാവശ്യ സൗകര്യങ്ങൾ വേണം, എല്ലാ കാര്യങ്ങളും വേണം. അത് അത്യാവശ്യമേ വേണ്ടുള്ളൂ. നമുക്ക് ശരിക്കും ജീവിക്കാനുള്ളത് അതിന് പുറത്താണ്. ഇതേപോലെ ഈ ലോകത്ത് ഇത് ശാശ്വതമായ ജീവിതമല്ല, ഇത് നശ്വരമാണ്. ഞാൻ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മങ്കട ഭാഗത്ത് കുറച്ച് കുട്ടികൾ, നിങ്ങളെയൊക്കെ പ്രായത്തിലുള്ള ആൺകുട്ടികളാണ്, അവർ മലൻ്റെ മുകളിൽ കാഴ്ച കാണാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് ഇടിവാള് മിന്നി അവിടെ വെച്ചുകൊണ്ട് തന്നെ 2-3 ആൾ മരിച്ചു. ബാക്കി കുട്ടികൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഒരു സ്കൂളിൽ നിന്നല്ലേ ടൂറ് പോയിട്ട് ആ സ്കൂളിലെ മിക്കവാറും അധ്യാപകർ മരണപ്പെട്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച്, ജീവിതത്രേ ഉള്ളൂ. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. നിങ്ങൾ അതിനുശേഷം മയ്യിത്തുകളാവുക തന്നെ ചെയ്യും. ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? മതത്തെ നിഷേധിക്കുന്ന ആൾക്കാർ ഇതിന് മറുപടി പറയണം. നമ്മുടെ തൊലി ചുളുങ്ങുന്നതിനെ പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നത് പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? നമ്മുടെ കാതിന്റെ കേൾവി കുറഞ്ഞു പോകുന്നത് പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? നമ്മുടെ വാർദ്ധക്യാവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വയസ്സിനെ പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? ഇതിന് കഴിയുമെങ്കിൽ നമുക്ക് സ്വർഗം നിഷേധിക്കാം, നരകം നിഷേധിക്കാം, പരലോകം നിഷേധിക്കാം. പക്ഷെ ഇതിനാർക്കും കഴിഞ്ഞിട്ടില്ല. സ്വേച്ഛാധിപതികളായി, ഏകഛത്രാധിപതികളായി ലോകം മടക്കിവാണ ഹിറ്റ്ലർ ആകട്ടെ, മൊസോളിനി ആകട്ടെ, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹാമാനാകട്ടെ, ഫിർഔനാകട്ടെ, ആസറാകട്ടെ, ഈ കാലഘട്ടത്തിൽ പിഞ്ചോമന പൈതങ്ങളെ, നിരപരാധികളെ ബോംബിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയാകട്ടെ, ഇസ്രായേലാകട്ടെ, അവരൊക്കെ തന്നെ, അവരുടെ നായകന്മാരൊക്കെ തന്നെ മരണത്തിന് കീഴ്പ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അതിനുശേഷം മരിക്കുക ചെയ്യുന്നതാണ്. ആ മരണം ഏത് സമയത്താന്ന് പോലും നമുക്കറിയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പൊതുപരിപാടി പ്രസംഗിച്ചു. അതേപോലെ പറഞ്ഞു, എന്ത് ഇപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആളിപ്പം ഇന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞത്, അവിടെ ഉണ്ടായിരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ഭാര്യ പരിപാടി കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും എന്ത് ചെയ്തു? മരണപ്പെട്ടു പറഞ്ഞുകൊണ്ട് വിളിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണ വീട്ടിൽ പോയി. അപ്പോൾ ആ സ്ത്രീ എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീയാണ്. ഉച്ച സമയത്ത് സാധാരണ മയങ്ങാൻ കിടക്കുന്ന പോലെ ഒന്ന് ഉറങ്ങിയതാണ്, എണീക്കണില്ല. അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു എന്ത്, ഉറങ്ങിയിരിക്കുന്നു. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് എണീക്കാതെ വന്നപ്പോൾ പോയി വിളിച്ചു നോക്കുമ്പോൾ ഉറക്കത്തിൽ മരിച്ചിരിക്കുക. ഒന്നാലോചിച്ച്, ഒരു കുഴപ്പമില്ല തമാശ. അപ്പം നമ്മളെപ്പോഴാണ് അള്ളാഹ് കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ കഴിയും. അപ്പം മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മരണത്തിന് ശേഷം രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്നുള്ളതും സത്യമാണ്.
തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ഖിയാമത്ത് നാളിലാണ് നിങ്ങളെ രണ്ടാമത് ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നേ ചെയ്യും. ആർക്കെങ്കിലും തർക്കമുണ്ട് ആ വിഷയത്തിന്? ഇത് പടച്ചോൻ തന്ന ചെറിയ ബുദ്ധി കൊണ്ട് മനുഷ്യന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടുന്ന് പോയാലും എന്നെപ്പോലെ എൻ്റെ ശബ്ദവും എൻ്റെ രീതിയും വെച്ചുകൊണ്ട് AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രസംഗം അല്ലേ, എന്നെ എങ്ങനെയാണോ ഞാൻ എന്നെ കാണിക്കേണ്ട കാര്യം കാണിക്കാൻ പറ്റും. നിങ്ങൾ കാണില്ല പോയി? ഇത് മനുഷ്യന്മാർക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഈ ബുദ്ധി ഈ സൃഷ്ടിച്ച പടച്ചോന് നമ്മൾ മരിച്ചതിന് ശേഷം രണ്ടാമത് നമ്മളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയണില്ല. എന്താ നമുക്ക് തർക്കമുള്ളത്? അമേരിക്കയിൽ നടക്കുന്ന സംഗതിയല്ലേ ഇവിടെ വെച്ച് നമ്മൾ കാണി. ഇന്റർനെറ്റ് എന്ന സംവിധാനത്തെ അത്ഭുതം നോക്കി നിങ്ങൾ. ഇത് പടച്ചോ എന്ന ബുദ്ധി കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച പടച്ചോന് ഇനി രണ്ടാമത് നമ്മളെ കബർന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഉറപ്പിച്ചോളി മക്കളെ, ഇതല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം രണ്ടാമത് നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ പിന്നെ മരണമല്ല, അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അവിടെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർ വരും, ആരും നമ്മളെ സഹായിക്കണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. യൗമ യഫിറുൽ മർഉ മിൻ അഖി. ഓരോ മനുഷ്യനും അവിടെ വരുമ്പോൾ എങ്ങനെയിരിക്കും എന്നറിയോ? സ്വന്തം സഹോദരനിൽ നിന്ന് ഫറ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ? ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മാൻപേട പെട്ടാൽ എത്ര പേടിച്ചുകൊണ്ടതോടും, വിറളി പിടിച്ചോടും. ഇതേപോലെ വാപ്പയിൽ നിന്ന് ഉമ്മ, ഉമ്മയിൽ നിന്ന് വാപ്പ, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ പരസ്പരം കണ്ടാൽ ഇതിന്റെ മോളാണ്, ഇതിന്റെ മോനാണ് എന്നല്ല, അവനാന്റെ കാര്യം അവനാ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഒരു ഭാഗത്ത് നരകം, ഒരു ഭാഗത്ത് സ്വർഗം. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗം ഒരു ഭാഗത്ത്, വഇദൽ ജഹീമു സുഇറത്. ഒരു ഭാഗത്ത് നരകം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വഇദൽ ജന്നതു ഉസ്ലിഫത്. ഒരു ഭാഗത്ത് സ്വർഗം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അലിമത് നഫ്സും മാ അഹ്ളറത്. അവിടെ വെച്ചുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കും, പടച്ചോനെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് പോകാൻ എൻ്റെ അടുക്കൽ എന്തുണ്ട് എന്ന് ഇവിടുന്ന് ചിന്തിക്കാത്തവൻ അവിടുന്ന് ചിന്തിക്കും, ആലോചിക്കും. പക്ഷെ അവിടുന്ന് ആലോചിക്കുമ്പോ വട്ടപൂജ്യമാണ്. നമസ്കരിച്ചത് ഓർമ്മ വരുന്നില്ല, 5 വക്ത് തികച്ചത് ഓർമ്മ വരുന്നില്ല, ദിക്ർ ചൊല്ലിയത് ഓർമ്മ വരുന്നില്ല, ദീനിന്റെ ഒരു മജ്ലിസിൽ പോയത് ഓർമ്മ വരുന്നില്ല, അവനവന് വേണ്ടി ദീനിയായ കാര്യങ്ങൾ ചെയ്തത് ഓർമ്മ വരുന്നില്ല. വാപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വേണ്ടി കഷായം കുടിക്കുന്നത് പോലെയാണ് മതപരമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുള്ളത്. ഒരു തൃപ്തിയും നമുക്ക് മനസ്സിൽ വരുന്നില്ല. പക്ഷെ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിയോ? ഒന്നും അവിടെ വെച്ച് പുതിയതായി ചെയ്യാൻ കഴിയില്ല. കാരണം അത് വിചാരണയുടെ ദിവസമാണ്, കർമ്മത്തിന്റെ ദിവസം ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ മരിച്ചുപോയി. അപ്പൊ മനുഷ്യന്മാര് പറയത്തില്ല, പടച്ചോനെ ഇപ്പൊ ഞങ്ങൾക്ക് നരകണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് സ്വർഗണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്. അതന്ന് പ്രസംഗത്തിൽ കേട്ടപ്പോ ഞങ്ങൾ അംഗീകരിച്ചില്ല, ഖുതുബയിൽ കേട്ടപ്പോ ഞങ്ങൾ അത് ഉൾക്കൊണ്ടില്ല. എന്റെ വാപ്പ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പരിഹസിച്ചു, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞപ്പോ അത് തള്ള വൈബാണെന്ന് പറഞ്ഞു, എന്റെ സമൂഹം എന്നോട് ആ കാര്യം പറഞ്ഞപ്പോ അതേതോ 6-ാം നൂറ്റാണ്ടിലെ മതമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോഴിതാ എനിക്കത് മനസ്സിലായിരിക്കുന്നു, എനിക്കത് കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ലതറവുന്നൽ ജഹീം. അവർ നരകം കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. അപ്പ മനുഷ്യന്മാര് പറയും, ഒന്ന് ദുനിയാവുക്ക് തിരിച്ചയക്കണം, അല്പസമയം ഞങ്ങൾക്കൊന്ന് തരണം, ഞാൻ നമസ്കരിച്ചു വരാം, ഞാൻ നിനക്ക് സുജൂദ് ചെയ്തു വരാം, ഞാൻ നീ പറയുന്നത് പോലെ ജീവിച്ച് തിരിച്ചു വരാം, അല്ലാഹുവേ തിരിച്ചയക്കണേ എന്നവിടെ വിലപിച്ചുകൊണ്ട് മനുഷ്യന്മാര് പറയും. പക്ഷേ അല്ലാഹ് പറയും, അത് പറയുന്നവന്റെ ഒരു പറച്ചിൽ മാത്രമാണ്. നിനക്ക് ചിന്തിക്കാവുന്നിടത്തോളം സമയം, നിനക്ക് ആലോചിക്കാവുന്നിടത്തോളം സമയം ഞാൻ ദുനിയാവിൽ തന്നിട്ടുണ്ട്. പക്ഷേ നീ അത് ഉൾക്കൊണ്ടില്ല, നീ അത് കേട്ടില്ല, അത് പരിഹസിച്ച് തള്ളി, അത് പുരോഗമനമല്ലെന്ന് പറഞ്ഞു, അത് പ്രാകൃതമാണെന്ന് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ അതിനെതിരാണെന്ന് പറഞ്ഞു, ഞാൻ മാത്രമേ മഫ്തയിടുന്നുള്ളൂ എന്ന് പറഞ്ഞു, ഞാൻ മാത്രമേ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു. പക്ഷേ ഇവിടെ ഇനി രണ്ടാമത് എന്നെ പറഞ്ഞേക്കണ പരിപാടിയില്ല എന്നാണ് അല്ലാഹ് പറയാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ട് എന്ന് ഉറപ്പിച്ചോളൂ. ഞാൻ പറയുന്നത് എന്താ, ഇന്നിവിടെ വന്ന ആൾക്കാർ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോകണം ഞാൻ പറയുന്നു. ഒന്നുകിൽ ദുനിയാവിന്റെ മക്കളാകുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കൂനു അബ്നാഅൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം.
ഒരിക്കലും ദുനിയാവിൻ്റെ മക്കളായി നിങ്ങൾ മാറരുത്. ഇന്ന് നമ്മളിപ്പോൾ ആഖിറത്തിൻ്റെ ആണോ ദുനിയാവിൻ്റെ മക്കളാന്ന് ചോദിച്ചാൽ രണ്ടിലും പെട്ട ആൾക്കാരാണ്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുമ്പോൾ ദീനിയായ ചിട്ടകളൊക്കെ നമ്മൾ പാലിക്കും. കണ്ടില്ല നിങ്ങൾ മദ്രസക്ക് പോകുമ്പോൾ ചില മദ്രസയിലൊക്കെ കുട്ടികൾ കാണാം നല്ല മൊഫ്തൊക്കെ ഇട്ട് ഹിജാബൊക്കെ ഇട്ട് ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അതേ കുട്ടി തന്നെ കോളേജിലേക്കും സ്കൂളിലേക്കും വരുമ്പോഴോ ആ കുട്ടിയാന്ന് തന്നെ തോന്നുന്നില്ല, വേറെ രൂപത്തിലുള്ള വരുന്നതാണ്. ഒരു ബൊഫേ സിസ്റ്റമാണെന്നുള്ളത്. പറ്റിയോടത്തേക്ക് പറ്റിയ അവസ്ഥ. ആരെങ്കിലും മരിച്ചാൽ അവിടെ പർദ്ദക്കെട്ട് ഉഷാറായി അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ഭവ്യതയിലും ഭക്തിയിലും ഒക്കെ ഇങ്ങനെ നിൽക്കും. എന്നാൽ അതേ ആളെന്നെ കുറച്ച് അപ്പുറത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ DJ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുന്നുണ്ടാവും അല്ലേ? അവിടെ ഒരു പുരുഷ പിന്നെ ചെറുപ്പക്കാരുടെ കൂടെ പിന്നെ ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവൾ തന്നെ എന്ത് ചെയ്യും? പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് കാണാം അല്ലേ? സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ പുതിയ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, ഒറ്റക്കുള്ള യാത്ര. എന്നിട്ട് അത് ഭയങ്കര സംഭവമാക്കുക, റീൽസ് ആക്കുക. എടാ ഇതിനൊരു തമാശ എന്താണെന്നറിയോ? ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി ഇറങ്ങുക. പെരിയുന്നേ യാത്രക്ക് ഇറങ്ങുമ്പോൾ യാത്രക്ക് ഇറങ്ങുന്ന സമയത്ത് യാത്രയിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ആ വാക്ക് ഇങ്ങനെ പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവൾക്ക് ഒരിക്കലും സ്പർശിക്കാൻ പാടില്ലാത്ത ഏതോ ചെറുപ്പക്കാരൻ്റെ തോൾ പിടിച്ചിട്ടാണ് ഈ പറയണതൊക്കെ. ഇതൊരു പരിഹസിക്കലല്ലേ? എന്തിനാ ഈ പരിപാടി? ഞാൻ പറയണം, നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങളെ പ്രായക്കാരെ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് സെലിബ്രിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനത്തെ ഒരു കൾച്ചർ ബോധപൂർവ്വം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറഞ്ഞ 2 ബൈനറി ഉണ്ടാക്കുകയാണ്. കേട്ടാ തോന്നും നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? 5 വക്ത് നിസ്കരിക്കുക, ഇസ്ലാമികമായ വേഷങ്ങൾ ധരിക്കുക, മര്യാദകൾ പാലിക്കുക, അവരാണ് നല്ല മുസ്ലിം എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എവിടെയാണോ നമ്മൾ എത്തിപ്പെട്ടത് ആ എത്തിപ്പെട്ട സ്ഥലത്തിനനുസരിച്ച് മാറുന്നവരാണ് നല്ല മുസ്ലിം. ഇപ്പം നമ്മൾ ചെന്ന ഒരു സ്ഥലം ഒരു പള്ളിയാണ്, എല്ലാവരും നിസ്കരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ച് ഭയങ്കര ഭക്തിയിൽ അവിടെ നിന്ന് നിസ്കരിക്കുക. നമ്മൾ ചെന്ന ഒരു സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ ഒരു പുകയൊക്കെ ഇട്ടുങ്ങാണ്ട് ആണും പെണ്ണും കൂടി ആടി ഇപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു സ്ഥലമാണെങ്കിലോ എന്നാൽ അതിന് ഉഷാറായിട്ട് അയിമയും കൂടി കൊടുക്കുക. അപ്പൊ എവിടെയാണോ ചെന്നത് അതിനനുസരിച്ച് രൂപം മാറുന്ന പോലാണ് ഇപ്പൊ നല്ല മുസ്ലിങ്ങൾ. എന്നാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അത് എനിക്ക് പറ്റൂല, അത് ഞാൻ മുസ്ലിമാണ്, എനിക്ക് ചെയ്യാൻ പറ്റൂല, അത് ഏകദൈവാരാധനയ്ക്ക് എതിരാണ്, അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലില്ല, ഞാനൊരു ഏകദൈവ വിശ്വാസം, എന്ത് ബഹുദൈവാരാധനന്റെ ഭാഗമാണ്, ഞാൻ ഇത് മാറി നിൽക്കുകയാണ്. അതുപോലെ ഒരു പുരുഷന് കൈ കൊടുക്കാൻ പറ്റൂല, അവനെ സ്പർശിക്കാൻ പറ്റൂല, എനിക്ക് വിവാഹത്തിലൂടെ മാത്രമേ ഒരു പുരുഷനുമായിട്ട് എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ വിശ്വാസമാണ്. അപ്പൊ നമ്മളാരായി? ചീത്ത മുസ്ലിമായി. അവൻ സമൂഹത്തിന് പറ്റാത്തവനായി, അവൻ കുഴപ്പക്കാരനായി, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ തീവ്രവാദിയായി. അതാണ്. അപ്പൊ എന്താ തീവ്രവാദത്തിന്റെ ടാഗ് ലൈൻ? ബോംബ് പൊട്ടിക്കലല്ല, കരിമരുന്ന് പ്രയോഗിക്കലല്ല, മറ്റെന്തെങ്കിലും വിദ്വേഷം ചെയ്യലല്ല, കൊലപാതകമല്ല, കൊള്ളയല്ല, മറിച്ച് അവനവന്റെ മതം അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ഏതൊരവസ്ഥയിൽ ചെന്നാലും ഞാൻ എൻ്റെ മതം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യൂല എന്നൊരാൾ പറഞ്ഞാൽ മതി, അവൻ കുഴപ്പക്കാരനാകും. ഈ ഒരു ബൈനറി ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പറഞ്ഞത് കൺഫ്യൂഷനിലാണ് നമ്മളുള്ളത്. ആ കൺഫ്യൂഷനിൽ നല്ല മുസ്ലിം ഇവരുണ്ടാക്കിയ നല്ല മുസ്ലിം ആകണോ എന്ന ഒരു കൺഫ്യൂഷനാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ കോളേജുകളിലുണ്ടല്ലോ ഒരു മൈക്കും പിടിച്ചിട്ട്, നിങ്ങളെ കോളേജിലൊക്കെ വരുന്നുണ്ടാവും, പ്രത്യേകിച്ച് ചില ചാനലുകൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് വനിതാ കോളേജാണ് അവർ തിരഞ്ഞെടുക്കുക, കൂടുതൽ മുസ്ലിം പെൺകുട്ടികളുള്ള കോളേജാണ് തിരഞ്ഞെടുക്കുക. എടാ ആ കുട്ടികളൊക്കെ ഇതുപോലെ പിന്നെ ഗ്രൗണ്ടിൽ കൊണ്ട് വിളിച്ച് വരുത്തിയിട്ട് മൊത്തം മൈക്ക് കൊടുത്തിട്ടും ചോദിക്കുകയാണ്. എന്നിട്ട് അവസാനം അതിൽ ചില കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കാണ്ടാണ് ഞങ്ങളെ വാപ്പാര് ജീവിപ്പിക്കുന്നത്, നിർബന്ധിച്ച് അങ്ങനെ ജീവിപ്പിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറയിപ്പിക്കുക, വാപ്പാക്കെതിരെ പറയിപ്പിക്കുക, ഉമ്മാക്കെതിരെ പറയിപ്പിക്കുക. ഇത് നമ്മളാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവര്, വേറുള്ളവരൊക്കെ എന്താണ് എവിടുന്നോ വന്നവരാണ്, ലോകം തിരിയാത്തവരാണെന്നുള്ള രൂപത്തിൽ ജീവിക്കുക. ഇത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഇങ്ങനത്തെ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കാഴ്ചപ്പാട് പകർന്നു നൽകുകയാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? ഈ ലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ശാശ്വത ജീവിതമല്ല, നമുക്ക് ജീവിക്കാനുള്ളത് പരലോകത്താണ്, അവിടേക്ക് ഒരുങ്ങാനുള്ള ഒരു പരീക്ഷാ ഹാളാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കി ജീവിക്കുക.
എന്നാൽ സുഖം എന്താ അറിയോ? ഈ ലോകം കിട്ടും, പരലോകം കിട്ടും. നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. നമുക്കൊരു വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവരും ജീവിക്കുന്ന സംതൃപ്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ശാശ്വതമായ സ്വർഗം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതെല്ലാം കിട്ടുന്ന സ്വർഗം ഉണ്ടാവും അവിടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്താ പ്രാർത്ഥന? എത്ര പൊക്കമായ പ്രാർത്ഥന നോക്കി നിങ്ങൾ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണേ. ഒന്നുകൂടി കൂട്ടി പറഞ്ഞത് എന്താ? നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കും ചെയ്യണേ. അപ്പോൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് ഈ ആഖിറത്തിന്റെ ജീവിതത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴും ചില ആൾക്കാരെ മനസ്സിലുണ്ടാവും, എന്നാലും മതം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നിയന്ത്രണം തന്നെയാണ്. മറ്റോലെ മാതിരി ഞങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇത് ആവ് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞ് കുറേ ഹറാമാണ്, ഹലാലാണ്, സ്വർഗമാണ്, നരകമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താണ് ചെയ്യണത്? ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നത് ഒരു നെഗറ്റീവ് അല്ല. ഇപ്പം നിങ്ങൾ പിന്നെ വയനാട് ചുരത്തുമ്പോൾ ഇങ്ങനെ വണ്ടി ഇറങ്ങാൻ വിചാരിക്കുക. നിങ്ങൾ കുടുംബം ടൂർ പോയതാണ് വാപ്പിയമ്മയൊക്കെ. അപ്പം ഇങ്ങനെ പോരുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ഔട്ടുമല്ലോ, ബ്രേക്ക് ഔട്ട് വണ്ടി നിൽക്കില്ല ചെയ്യുക. അപ്പോൾ യാത്രക്കാരായി നമ്മൾ പറഞ്ഞു ഡ്രൈവറോട്, ഈ ബ്രേക്ക് ഒരു ഇടങ്ങാറാണ്, ഒരു നിയന്ത്രണമാണ്. ഇനി ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നാലോ എങ്ങനെ ഉണ്ടാവും? നമുക്ക് താഴക്കത്തല്ലേ വേണ്ടു. അതിപ്പോൾ ഈ നിങ്ങൾ സ്റ്റെയറിംഗ് പിടിച്ച് തിരിക്കുക, ബ്രേക്ക് ഔട്ടുക, അതിന് പകരം നേരെ ചാടി അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ബ്രേക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, ഗിയർ മാറ്റൽ ബുദ്ധിമുട്ടാണ്, പിന്നെ സ്റ്റെയറിംഗ് തിരിക്കൽ ബുദ്ധിമുട്ടാണ്, ഹോൺ അടിക്കൽ ബുദ്ധിമുട്ടാണ്, ഒരു നിയന്ത്രണമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഇപ്പോൾ നിങ്ങളെ പ്രായക്കാർ ഇപ്പോൾ ക്യാമ്പസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? വേഗം അടിച്ചു പൊളിച്ച് വേഗം തീർക്കുക. അതിനൊരു നിയന്ത്രണവും വേണ്ട, ഒരു ഇതും വേണ്ട, വേഗം എടുത്ത് ചാടുക. അതാണ് വിവാഹത്തിനൊന്നും കാത്തിക്കാതെ ആരെങ്കിലും പിന്നാലെ ഇറങ്ങി പോവുക. എവിടുക്കാതൊന്നുമില്ലാണ് പോവുക. അത് ഇസ്ലാം പറയണത് എന്താ? അതിന് സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നിങ്ങളെ വാപ്പി ഇമ്മയൊക്കെ സെർച്ച് ചെയ്ത് ഷൂർ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ അനുവാദ പ്രകാരം ഒരു വിവാഹം ഉണ്ടാവും. ആ വിവാഹത്തിലൂടെ നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടന്നോളി. എന്നുള്ള സുഖം എന്താ അറിയോ? മരിക്കുന്നത് വരെയും അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് പോലും പുണ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനത്തെ മതം വേറെ ഇതിലുണ്ടാവും? ശരിക്ക് ഇസ്ലാമികമായ ഒരു നിക്കാഹിലൂടെയാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിൽ അവർ ഓരോ ദിവസവും ജീവിക്കുന്നതിന്, അവർ ബന്ധപ്പെടുന്നതിന് പോലും പുണ്യമുണ്ട്. അപ്പൊ സഹാബത്തിന് ഭയങ്കര ജിജ്ഞാസ, എന്താ പ്രവാചകൻ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളുടെ വൈകാരിക മൂർച്ച ഇതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ കൂലി കിട്ടുമെന്നാണോ പറയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിലൂടെയാണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നതെങ്കിൽ കുറ്റം കിട്ടൂലേ? അപ്പോൾ ആ കുറ്റം കിട്ടും. അത് കുറ്റമാണെങ്കിൽ നിയമം പാലിച്ചുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പുണ്യമാണ് എന്നാണ്. ഈ സംഗതിയാണ് എത്ര ആൾക്കാരാണ് ഓരോരുത്തരെ കൊണ്ട് ഇറങ്ങിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് മര്യാദക്ക് നിക്കാഹ് നടത്താതെ എന്നിട്ടാണ് ജീവിച്ചു തുടങ്ങുന്നത്. ആ ജീവിതം മരിക്കുന്നത് വരെയും മരണത്തിന് ശേഷവും ഭാരമാണ്. ആ ഭാരം താങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിയന്ത്രണങ്ങളില്ലാതെ പോകുന്നൊരവസ്ഥ. നമ്മൾ പറയണത് എന്താ അറിയോ? ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് ചവിട്ടുക, തിരിക്കേണ്ടടുത്ത് തിരിക്കുക, എന്നാൽ വൃത്തിക്ക് എന്ത് ചെയ്യുക? ചുരമിറങ്ങിങ്ങാണ്ട് താഴത്തേക്ക് തടി കൊടുക്കുന്നിടത്താം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക? ഈ ദുനിയാവിൽ നമ്മൾ അള്ളാന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ച് ജീവിച്ചാൽ ദുനിയാവും നമുക്ക് കിട്ടും, നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ ആഹ്റം കിട്ടും. ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. നിങ്ങൾ പുതിയ കുട്ടികളായിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. നിങ്ങളെ സോഫ്റ്റ്വെയർ മൊത്തം മാറ്റണം, നിങ്ങളെ മാനസികാവസ്ഥ മാറ്റണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ ചിന്തയൊന്നുമില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ജീവിക്കുന്നത് പോലെയാണ്. അവരുടെ റീൽസുകളും അവരുടെ സംഭാഷണങ്ങളും അവരുടെ ഇന്റർവ്യൂകളുമാണ്, ആ സെലിബ്രിറ്റികളുമാണ് പലർക്കും ഇന്ന് ഒരു റോൾ മോഡലായിട്ടുള്ളത്. ആ റോൾ മോഡലല്ല ഒരു വിശ്വാസിക്ക് വേണ്ടത്. നമുക്കുള്ള റോൾ മോഡൽ ആരാ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉത്തമമായ മാതൃക നിങ്ങളുടെ പ്രവാചകനിലുണ്ട് എന്നാണ്. ആ പ്രവാചകന്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അത് സ്വീകരിച്ചാൽ നമുക്ക് പിഴക്കൂല, നമുക്ക് ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ ഉള്ളൂവെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ
കബളിപ്പിക്കരുത്, ദീനിനെ കബളിപ്പിക്കരുത്. അതായത് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അത് സമ്മതിക്കും. പക്ഷെ അതിന് കുറച്ച് പേര് മാറ്റിയിട്ടാലോ ഒരു കുഴപ്പമില്ല അല്ലേ? ഒരു അന്യ പുരുഷന്റെ തോളിലും കൈയിട്ട് ഇങ്ങനെ നടക്കുക, അത് ബെസ്റ്റിയാണ്, അതിൻ്റെ ഫ്രണ്ട്സാണ് അല്ലേ? അല്ലെങ്കിൽ സീസൺഷിപ്പാണ്, സിറ്റുവേഷൻഷിപ്പാണ്, ഹുക്കപ്പാണ്, ഇങ്ങനത്തെ ഓരോ പേരാണ് ഇട്ടാൽ പിന്നെ ഒക്കെ ഉണ്ടായില്ല. ഇതൊക്കെ അള്ളാനെ വഞ്ചിക്കുന്ന പരിപാടി നല്ലതാണ്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാഴ്ചപ്പാടിൽ കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പം നമ്മൾ അത്തരം ഭാരങ്ങളിൽ നിന്ന്, അത്തരം ചങ്ങലകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവുക എന്നതാണ് ഇൻഷാ അല്ലാ ഈ ഒരു സമ്മേളനത്തെ വ്യതിരക്തമാക്കുന്നത്. അതാണ് വിസ്ഡം ഗേൾസ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കുക. ഇനി ആർക്കെങ്കിലും ഈ പറയുന്ന കാഴ്ചപ്പാടൊന്നും അല്ല ശരി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശനാത്മകമായി തന്നെ പഠിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചോളി, ഖുർആൻ പറഞ്ഞൊരു കാര്യം സത്യമായിട്ട് ഇവിടെ പുലർന്നിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് ആദ്യം പറഞ്ഞ ആൾക്കാർ പിന്നെ അതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ സംഭവങ്ങൾ. ഇപ്പം ഇന്നലത്തെ വാർത്ത കണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ വാർത്തയാണ്. ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടായാൽ 40,000 രൂപ സർക്കാർ കൊടുക്കുന്നു. 40,000 രൂപ. എന്താ വിഷയം എന്നറിയോ? ഇപ്പോൾ കുട്ടികളില്ല. അപ്പോൾ പിന്നെ രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധി വരികയാണ്. ഈ കുട്ടികളില്ലാതായി മാറിയത് എന്തുകൊണ്ടാണ്? ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഒരു തിയറി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് ആളുകൾ എണ്ണം കൂടിയാൽ എന്താവും? ആകെ പട്ടിണിയാവും, കുഴപ്പമാവും. അതാണ് മാൽത്തൂസിയൻ തിയറി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക സാമ്പത്തിക ശാസ്ത്രത്തിൽ. നമ്മൾ സ്കൂളിൽ അസംബ്ലിയിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശം, ജനസംഖ്യ ഭയങ്കര അപകടമാണ്. അവിടെ അങ്ങനെ ആ ബോധം അത് ബോധവൽക്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? ആൾക്കാർ കുറഞ്ഞപ്പോൾ മുതിർന്ന ആൾക്കാരെ നോക്കാൻ ആളില്ല, ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ ആളില്ല, ഓഫീസിൽ ജോലി ചെയ്യാൻ പുതിയ തലമുറ അല്ല, ആകെ കുടുങ്ങിപ്പോൾ. ഇപ്പം രണ്ടാമത് കുട്ടികൾ ഉണ്ടാകണം. അപ്പം ഉണ്ടാകാൻ വേണ്ടി ഓഫർ കൊടുക്കുകയാണ്. ഇസ്ലാം എന്താ പറഞ്ഞ്? വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. പട്ടിണി ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ്. ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയാണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിക്ക് ലോകം തിരിച്ചു വരികയാണ്. പക്ഷേ അതിനത്ര 10-70 കൊല്ലം ആ തെറ്റിലൂടെ പോയി. ഇപ്പം ആ തെറ്റ് തിരുത്തുകയാണ്. ഇതേപോലെ തിരുത്താനുള്ള തെറ്റാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന തെറ്റ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താപ്പോൾ? അത് എൻ്റെ തോന്നലാണ് എൻ്റെ സെക്സ് എന്നാണ്, എൻ്റെ ലിംഗം എന്നാണ്. എനിക്ക് ആണെന്ന് തോന്നി ഞാനാണ്, എനിക്ക് പെണ്ണ തോന്നി ഞാൻ പെണ്ണ്. അപ്പം ഇനി KSRTC ബസ്സിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ സൗജന്യ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ UDF ഗവൺമെൻറ്. അപ്പം ഇനി സംഭവിക്കാൻ പോകണം എന്താ? ഒരാണ് കയറിയിട്ട് പറയണത്, ഞാൻ കോഴിക്കോട് ഇറങ്ങുന്നത് വരെ പെണ്ണാണ് പറഞ്ഞാൽ കണ്ടക്ടറോട് പറയാം, ഞങ്ങൾ കണ്ട ആണാന്ന് സംഗതി ആണെന്ന് തോന്നും, പക്ഷെ ഞാൻ കോഴിക്കോട് ഇറങ്ങുന്നത് വരെ പെണ്ണാണ്, എൻ്റെ തോന്നൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തിയറി അനുസരിച്ച് അവന് ടിക്കറ്റ് വാങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ തിയറി എന്തായാലും ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തിയറി എന്താ? ഇപ്പം നിലവിൽ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ്. അഥവാ ഓരോരുത്തരുടെ തോന്നലുകൾ അയാൾ പറയണത് ഞാൻ പെണ്ണാന്ന് പറഞ്ഞാൽ നിങ്ങളെ സമൂഹം പെണ്ണായിട്ട് അംഗീകരിക്കണം. ഒരാൾ പറയണത് ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ ആണായിട്ട് അംഗീകരിക്കണം. ഇതാണ് തിയറി. വലിയ പുരോഗമനത്തിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന തിയറിയാണ്. അതൊക്കെ കുടുങ്ങാൻ പോവുകയാണ്.